പിണവൂർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടിൽ ഉയരുന്നത്. ഇത് നമ്മളെ ഈ നാട്ടിലുള്ള മനുഷ്യരെ പറ്റിക്കുക എന്നുള്ളൊരൊറ്റ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അല്ലാതുകൊണ്ട് ഇത് അർത്ഥത്തിൽ ആർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിലെ പാറ തന്നെ ഇളകി വന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരുടെ മേത്ത് വീണ് അവശതയായിട്ട് ഇന്നും വരെ അത് എഴുന്നേറ്റിട്ടില്ല. ഒരു നാട്ടിലൊരു പദ്ധതി വരുമ്പോൾ ആ നാട്ടുകാർക്കെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം എന്താണ് ഇവിടെ വരാൻ പോകുന്ന പദ്ധതി എന്നുള്ളത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണ് ഈ പേപ്പറിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇതിൻ്റെ ഒരു പേപ്പർ വർക്കുകളെല്ലാം പോയത്. പിന്നെ ഒരു പദ്ധതി നടക്കുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ അത് തന്നെ അതിലെന്തോ നിഗൂഢതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ടണലടിക്കുമ്പോൾ ഒരു വീട് പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരു ആളിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരിതിനെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിനും അറിയില്ല, മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ചോദിച്ചാൽ അവർക്കും ഇതിന് പ്രത്യേകമായിട്ടൊരു ഉത്തരവില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. നമസ്കാരം. എറണാകുളം മാമലക്കണ്ടത്തെ പിണവൂർ ചെറുകിട ജലവൈദ്യുതി പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടിൽ ഉയരുന്നത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 6-7 വാർഡുകളിലെ ജനങ്ങളെയാണ് ഈ പദ്ധതി ഏറെ ബാധിക്കുന്നതെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് കാരണം വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉരുളിക്കുഴി എന്ന ഈ ഒരു പ്രദേശത്താണ്. ഇവിടെയാണ് ഇവരുടെ ഒരു ചെക്ക് ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ജലം തടഞ്ഞു നിർത്തിയതിന് ശേഷം പിന്നീട് ഇവിടെ നിന്നും ടണൽ മാർഗം താഴേക്ക് കൊണ്ടുപോകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയെ എതിർക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരും അബിൽ. എന്താണ് നിങ്ങൾ എതിർക്കാൻ കാരണം? ഒരു നാട്ടിലൊരു പദ്ധതി വരുമ്പോൾ ആ നാട്ടുകാർക്കെങ്കിലും മിനിമം അറിഞ്ഞിരിക്കണം എന്താണ് ഇവിടെ വരാൻ പോകുന്ന പദ്ധതി എന്നുള്ളത്. നിലവിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാം സാധാരണപ്പെട്ട ആളുകളാണ്. അതായത് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന സാധാരണക്കാർ മാത്രം ജീവിക്കുന്ന ഒരു ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിൽ ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേപ്പറുകൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്താണ് ഈ പേപ്പറിലുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇതിൻ്റെ ഒരു പേപ്പർ വർക്കുകളെല്ലാം വരുന്നത്. പിന്നെ ഏതൊരു പദ്ധതിയാണെങ്കിലും ഒരു പ്രദേശത്ത് നടക്കുമ്പോൾ അതിന് DPR ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള ടണൽ ഉൾപ്പെടുന്ന ഒരു ജലവൈദ്യുത പദ്ധതിക്ക് ഒരു DPR ഉണ്ടാവും. ഇതിൻ്റെ ഒരു 90% അനുമതികളും ഈ പദ്ധതി ഗവൺമെൻറ്റിൽ നിന്ന് ഈ പ്രൈവറ്റ് കമ്പനി നേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ ഇതിൻ്റെ DPRO അനുബന്ധ രേഖകളോ പഞ്ചായത്തിലോ അതുപോലെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിലോ ഒന്നും തന്നെ ഇല്ല എന്നാണ് വിവരാവകാശം വയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പേടിപ്പെടുന്ന കാര്യം. കാരണം ഒരു പദ്ധതി നടക്കുമ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ അത് തന്നെ അതിലെന്തോ നിഗൂഢതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടണൽ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെയുള്ള ഒരു LP സ്കൂളിൻ്റെ അടിയിലൂടെയും ഒരു സഹകരണ ബാങ്കിൻ്റെ അടിയിലൂടെയും അതുപോലെ തന്നെ ഇത് ചെന്നിട്ട് വലിയൊരു ടണലായി ആനന്ദംകുടി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്കാണ് ചെല്ലുന്നത്. ആനന്ദംകുടി മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നൊരു പ്രദേശമാണ്, അതീവ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളൊരു പ്രദേശമാണെന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഈ ടണൽ ചെന്ന് നിൽക്കുന്നത്. കൂടാതെ 1997 അവിടെ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി 6ഓളം വീടുകൾ ഒലിച്ചു പോയ പ്രദേശത്താണ് ഇപ്പോൾ നിലവിൽ ഈ ടണൽ അടിക്കാൻ അവിടെ ഫേസാക്കി വച്ചിട്ടുള്ളൊരു കാര്യം. അത് ആദിവാസി ഉന്നതിയുടെ ഉള്ളിലും കൂടിയാണ്. അപ്പോൾ ധാരാളം ആനകൾ അവിടെ ഡെയിലി നിത്യേന അവിടെ അപകടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുമായിട്ട് വീടുകൾ തകർക്കുന്ന ഒരു സ്ഥിതിയിലുള്ള ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഈ പദ്ധതി വരാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് ടണൽ എന്ന് പറയുമ്പോൾ സ്ഫോടനങ്ങൾ നടത്തിയിട്ടാണ് അവിടെ ആ പദ്ധതി നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ആനയുടെ ജനവാസവും അതുപോലെ ഈ പറയുന്ന വന്യമൃഗങ്ങളുടെ ഏരിയയിൽ ഈ സ്ഫോടനങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് പിന്നെ ജനവാസ മേഖലകളിലേക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതുകൊണ്ടാണ് ജനങ്ങൾ മൊത്തത്തിൽ ഒരു ഭയപ്പെട്ട് ഈ പദ്ധതിയെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള വീടുകളെല്ലാം പഴയ വീടുകളാണ്. ഒരു 10-50 വർഷം പഴക്കമുള്ള വീടുകളാണ് കൂടുതലും ഉള്ളത്. എല്ലാം ചെറിയ ചെറിയ മിനുക്കുപണികളൊക്കെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ചെറിയ പൈസ കൊണ്ടും ഒക്കെ ചെയ്തിട്ടുള്ള ചെറിയ വീടുകളാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകളുടെ അടിയിലൂടെ ഈ പദ്ധതിക്ക് വേണ്ടി ടണലടിച്ച് പോയി കഴിയുമ്പോൾ ഈ വീടുകളെല്ലാം പൊളിഞ്ഞു വീഴും. ഈ പദ്ധതിയിൽ നഷ്ടപരിഹാരം ആര് തരും എന്നുള്ള കാര്യമൊന്നും ജനങ്ങൾക്കൊന്നും അറിയില്ല. പഞ്ചായത്തിന് പോലും നമ്മൾ ചോദിക്കുമ്പോൾ ഈ പദ്ധതി പ്രകാരം ഒരു ടണലടിക്കുമ്പോൾ ഒരു വീട് പൊളിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ഒരു ആളിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരിതിനെ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിനും അറിയില്ല, മറ്റ് അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ചോദിച്ചാൽ അവർക്കും ഇതിന് പ്രത്യേകമായിട്ടൊരു ഉത്തരവില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ നാടും വീടും എല്ലാം നഷ്ടപ്പെടുത്തി ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി ലാഭം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഈ ഗൂഢലക്ഷ്യങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് കൂടിയ ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശങ്ക.
ജനിച്ചു വളർന്ന മണ്ണ് നശിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്നാന്ന് വെച്ചാൽ ഈ ഒരു പദ്ധതി വരുന്നതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. ഈ നാട്ടിലുള്ള ആരെയും അറിയിക്കാതെ രഹസ്യമായിട്ട് ഇവരിങ്ങനെ വന്നൊരു പരിപാടി ചെയ്യുകയെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഭയങ്കര ആശങ്കയുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ഈ വെള്ളം കുറച്ച് നാളേ ഉള്ളൂ. ഞങ്ങൾക്കിവിടെ കിണറ്റിലൊന്നും വെള്ളം ഉണ്ടാവില്ല. പിന്നെ ഈ വെള്ളം ഇവരിങ്ങനെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നമുക്കിത് വിഷമം. അവർ പറഞ്ഞ വെള്ളം കൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് കുടിവെള്ളം വേണ്ടേ? ഒറ്റ കിണറ്റിൽ പോലും വെള്ളം അല്ലെങ്കിൽ തന്നെ കുറവാണ് ഇവിടെ വേനലാകുമ്പം. 6 മാസത്തിൽ കൂടുതൽ ഇതിൽ വെള്ളം ഒഴുക്കില്ല. ഇവരിതിൽ ഈ വെള്ളവും കൊണ്ട് പോയൊരു പദ്ധതി ഉണ്ടാക്കുക, കറണ്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. ഇവർ ഈ മല തുറന്ന് ഇവർക്കെന്തോ അതിയായ ലാഭമുണ്ട് ഇതിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് ഇതിന്. ഇത് നമ്മളെ ഈ നാട്ടിലുള്ള മനുഷ്യരെ പറ്റിക്കുക എന്നുള്ളൊരൊറ്റ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അല്ലാതുകൊണ്ട് ഇത് അർത്ഥത്തിൽ ആർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഞങ്ങൾക്കിപ്പം എവിടെ ചെന്ന് ഇതിനുള്ള മറുപടി കണ്ടുപിടിക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത്രയും വർഷങ്ങൾ 10, 45, 50 വർഷമായി ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ ഒരു സൗകര്യം ഇല്ലാത്ത കാലത്ത് ജീവിച്ചവരാണ്. ഇപ്പോൾ ഇച്ചിരി എന്തെങ്കിലും ഒരു സൗകര്യവും കാര്യങ്ങളും ആയി വന്നപ്പം ഇത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ എൻ്റെ സ്ഥലമൊക്കെയാണ്. ഈ നമുക്ക് എൻ്റെ വീട്ടിൽ വരെ ഇതിൻ്റെ നടുക്കവും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഈ തുരങ്കം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് മണ്ണിടിച്ചിലെ പാറ തന്നെ ഇളകി വന്നു. അപ്പോൾ ഒരു പുള്ളിക്കാരുടെ മേത്ത് വീണ് അവശതയായിട്ട് ഇന്നും വരെ അത് എഴുന്നേറ്റിട്ടില്ല. അതിപ്പോഴും കോതമംഗലത്ത് വീട് വാടകയ്ക്ക് എടുത്ത് കിടക്കുക. അതിന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ഇവിടുന്ന് ഈ തുരങ്കം ഉണ്ടാക്കിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്ര ഭീകരതയാകും ഇവിടെ. അതിനെ എന്തായാലും നമ്മൾ എതിർക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ പോയി ഇത്രയും പേര് പോയി എതിർത്തു, എങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും ആയിട്ടില്ല. വീണ്ടും ഞങ്ങൾ ഇറങ്ങും. ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും വൈദ്യുതി ഉൽപ്പാദനമല്ല അവരുടെ ലക്ഷ്യം. കാരണം ഞാൻ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഒരാളാണ്. ഈ തോട്ടിലെ നീരൊഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്ട് ഒരു 5 മാസമാണ് ഇതുവരെ ഒഴുക്കുള്ളൂ. മഴ മാറുന്ന ഡിസംബറോടുകൂടി നീരൊഴുക്കം നിന്നു പോകും. പിന്നെ എത്ര വലിയ ഡാം കെട്ടിപ്പൊക്കിയെന്ന് പറഞ്ഞാലും മേളിൽ നിന്ന് വെള്ളം വരാനില്ല. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 5 മാസത്തിൽ കൂടുതലൊന്നും വൈദ്യുതി ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു തോട്ടിൽ കൊണ്ടുവന്ന് ഇവർ ഇത്രയും കോടികൾ മുടക്കി പദ്ധതി ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് വേറെ എന്തെങ്കിലും ഗൂഢലക്ഷ്യം വേറെ എന്തെന്ന് പറയുന്നത് ശരിക്കും പാറക്കന്നം തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം അവർ ടണലടിച്ചിട്ടാണ് ഈ പറയുന്ന പദ്ധതിയുടെ പവർ ഹൗസ് സൈറ്റിലേക്ക് ചെല്ലുന്നത്. അത്രയും തരം ഈ പാറയുടെ അടിയിൽ പോകുമ്പോൾ ഒരു ഇന്ന ടൺ കണക്കിന് പാറകൾ ഇവർക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ ആ പാറ എടുത്തു കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഇതിനകത്ത് പ്രത്യേകമാണ്. അല്ലാണ്ട് ഒരു വൈദ്യുതി ഉൽപ്പാദനമോ അല്ലെങ്കിൽ ഈ നാട്ടുകാർക്കോ അല്ലെങ്കിൽ KCB-നോ KCB-ക്ക് വൈദ്യുതി കൊടുക്കാമെന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ദീർഘകാലം ഇത് നടക്കില്ല. ഒരു വർഷത്തിൽ ഇത്രയും നാളുകളെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 15 മീറ്റർ വരെ ഇവിടെ ഡാം പണിയാം എന്നവർക്ക് അനുവാദം കിട്ടിയെന്ന് പറഞ്ഞെങ്കിൽ ഈ 15 മീറ്ററിൽ ഇവിടെ ഒരു ഡാം പണി നടക്കില്ല. കാരണം ഈ പ്രദേശം മൊത്തം മുങ്ങിപ്പോകും. അങ്ങനെ ഒരു ഡാം ഇവിടെ പണിയിലൊന്നും നടക്കില്ല. പിന്നെ ഈ തുരങ്കം അടിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. തുരങ്കം അടിച്ച് കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് വരുന്ന കല്ലുകൾ മുഴുവൻ ഇവർക്ക് ഖനനം ചെയ്യാൻ പറ്റും, കൊണ്ട് എവിടെയും വിൽക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട്. അപ്പോൾ അതിനകത്ത് ഇവർ മുടക്കിയിരിക്കുന്നതിന് 10 ഇരട്ടി കാശ് ഇവർക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു ഗൂഢലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് സൈഡിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും മറ്റുമാണ് ഇതിനകത്ത് നമുക്ക് ഈ എതിരായിട്ട് നിൽക്കുന്നത്. ഈ പ്രദേശികൾക്ക് ഒരു ഗുണവും ഇല്ല, ദോഷമെന്നല്ലാണ്ട് ഒരു ഗുണവും ഇല്ലാത്തൊരു പദ്ധതിയാണിത്. വലിയ ആശങ്കയാണ്. ഞങ്ങൾക്ക് ഇവിടെ പോയാൽ ഞങ്ങളിവിടെ ജനിച്ചു വളർന്നവരാ. ഈ തോട്ടിൽ കുളിച്ചും ഈ നാട്ടിൽ വളർന്നവരാ. ഇനി ഇവിടെ ഇത് പദ്ധതി വന്ന് ഇത് പോയാൽ പിന്നെ ഞങ്ങളുടെ ജീവിതമൊക്കെ തീർന്നില്ലേ? ഞങ്ങളെക്കൊണ്ട് ഇനി പണിയെടുക്കാനൊന്നും പറ്റില്ല. ഈ പറമ്പും കാര്യമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ജീവിക്കണേ. അപ്പോൾ ഇത് വന്ന് ടെണ്ണലൊക്കെ വന്നാൽ പിന്നെ ഞങ്ങളുടെ ഭൂമിയൊക്കെ ഇടിഞ്ഞാടി പോവും. അങ്ങ് മലയുടെ മുകളിലാണ് ഞങ്ങളുടെ സ്ഥലമൊക്കെ. ഈ ടെണ്ണൽ ഇവിടെ കല്ല് പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഭൂമി മൊത്തം കുലുങ്ങുമെന്ന് പറയണേ. അപ്പം ഞങ്ങളുടെ സ്ഥലമൊക്കെ താഴെ വന്നിരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ മീതിയായിരിക്കും ഇത് വന്നിരിക്കണേ. അത് കാരണം ഞങ്ങൾക്കിത് വേണ്ടാന്ന് തന്നെയാണ് ഞങ്ങൾ പറയണേ. സമരം ചെയ്യും. ഇന്നിപ്പോൾ കുട്ടമ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നതാണ്. വീട്ടിലേക്ക് കയറിയില്ല. ഇനിയിപ്പോൾ ഇത് വന്നാൽ ഞങ്ങളിവിടെ കിടന്ന് സമരം ചെയ്യും. വരാതിരിക്കാൻ നോക്കണം എല്ലാവരും കൂടി. ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒരു പ്രയോജനമില്ല. ഞങ്ങൾക്ക് ഈ നാട്ടിലൊരു പ്രയോജനം, നഷ്ടമല്ലാണ്ട് ലാഭമൊന്നുമില്ല. ഇവർ പിന്നെ നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ തോടിനോട് ചേർന്നൊക്കെ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. അതൊക്കെ വെള്ളം കയറി പോവുകയാണോ കല്ല് പൊട്ടിച്ച് കൊണ്ടുപോവുകയാണോ എന്നൊന്നും അറിയില്ല. ഈ വെള്ളം തന്നെ നമ്മുടെ പറമ്പിൻ്റെ നടുക്കോടെയാണ്. ഇതൊക്കെ ഇവിടെ വന്നാൽ പിന്നെ നമുക്കൊന്നും കിട്ടൂലല്ലോ. അവർ ഒരു സ്വകാര്യ വ്യക്തി അത് നടത്തണമെന്ന് പറയണേ. അപ്പോൾ പിന്നെ നമുക്ക് എന്നാ കിട്ടണത്? KCB ആണെങ്കിലും കല്ല് പൊട്ടിച്ച എല്ലാവരും വീട് പോകുമെന്നാണ് പറയണേ. അപ്പോൾ ഇങ്ങനെ ഭൂമി കുലുങ്ങുമ്പോൾ നമ്മുടെ സ്ഥലമൊക്കെ ഉരുണ്ടിയാടി പോരും. അത്രയും ഈ പദ്ധതി വന്നാൽ ആദ്യം പോകുന്നത് എൻ്റെ വീടാണ്. ഈ വീട് പണിതിട്ട് ഞങ്ങൾ കൊതി തീർന്ന് കിടന്നിട്ടില്ല. ഇങ്ങനെ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിന് വിള്ളലേക്കും. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോകും? എനിക്ക് ഈ പദ്ധതി ഒരു മനുഷ്യരറിയാതെ ഇവിടെ കൊണ്ടുവന്നാണ്. ഞങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ അന്ന് എതിർത്തേനെ. ഞങ്ങൾക്ക് വേറെ പോക്കടമൊന്നുമുള്ള ആൾക്കാരല്ല, 2 പെൺകുട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും ഒരു മോചനം
ആവശ്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ അരുവിയിൽ ഉരുളിക്കുഴി, ഈ അരുവിയിൽ നമുക്ക് 6 മാസക്കാലം കഷ്ടിയാണ് വെള്ളമുള്ളത്. അപ്പോൾ ഈ അരുവിയിൽ തങ്ങി നിൽക്കുന്ന വെള്ളം കൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ ഈ കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളത്തിൻ്റെ കാര്യം, ആളുകളുടെ കുടിവെള്ളമൊക്കെ ഇതിൽ നിന്ന് കുറയുന്ന വെള്ളത്തിൽ നിന്നാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് വെള്ളം ഈ 6 മാസം കൊണ്ടുപോകുന്ന അതല്ല അവരുടെ ഉദ്ദേശം. കാരണം ഈ വലിയ രീതിയിലുള്ള ഈ പാറ ഖനനം നടത്തി ഇവിടുന്ന് ഈ എംസാൻഡും പാറപ്പൊടിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഈ പാറ കടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതൊരു 3-4 വർഷക്കാലം ഇവർ ഇത് കവർന്നെടുത്തുകൊണ്ട് പോയിട്ട് ചിലപ്പോൾ ഇവർ ഈ പദ്ധതിയെ നശിപ്പിക്കാം. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ കൃഷിയിലൂടെ മാത്രം ഉപജീവനം നടത്തുന്ന ആളുകളായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള മാമലക്കണ്ടം ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലേക്ക് വന്നിട്ട്, അപ്പോൾ നമ്മളൊക്കെ പോലുള്ള ചെറുപ്പക്കാരെല്ലാം ഇതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും കാണിച്ച് നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികൾ പലതും ഉണ്ട്. അതിനെ അതിജീവിച്ച് നമ്മൾ ഈ നാട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ രീതിയിലുള്ള ടൂറിസം പ്രവർത്തനങ്ങളും ഓഫ് റോഡ് ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി ഇവർ 5 വർഷം ഖനനം ചെയ്യുന്നതോടുകൂടി ഇവിടെ പൊല്യൂഷനായി, ഇവിടുത്തെ പ്രതിസന്ധിയായി ഇതെല്ലാം ബാക്കിലേക്ക് പോകും. പിന്നെ ഇവിടെ ആളുകൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. കാരണം ഇപ്പോൾ എൻ്റെ ഒരു മോനെ സംബന്ധിച്ച് ഞങ്ങൾ 5ാമത്തെ തലമുറയാണ് ഈ നാട്ടിൽ വന്നിട്ട്. ഇതൊക്കെ അതിൻ്റെ മുന്നിലുള്ള നമ്മുടെ കാരണന്മാരൊക്കെ ഇവിടെ സുഖലോലുപത ജീവിച്ച് മരിച്ചവരല്ല, അവരൊക്കെ കഷ്ടതയിലൂടെ മരിച്ചവരാണ്. ഇവിടെ ഇപ്പോൾ അടിസ്ഥാന സൗകര്യമായിട്ടാണെങ്കിലും നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. റോഡ് സംവിധാനമുള്ള നിങ്ങളിപ്പോൾ വന്ന വഴി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒറ്റയടിക്ക് ഇവിടെ ഒരു റോഡും പണിയില്ല. എല്ലാം ഈ 1/2 മീറ്ററും 1 മീറ്ററും വെച്ച് പണിയുന്ന പദ്ധതികളെ ഇവിടെ ഉള്ളൂ. ഒന്നിച്ചൊരു 7 കിലോമീറ്റർ പണിത് കഴിഞ്ഞാൽ കുട്ടമ്പുഴയിൽ നിങ്ങൾ വന്ന പഞ്ചായത്ത് വഴി നല്ല രീതിയിലേക്ക് നല്ല രീതിയിൽ വരും. അപ്പോൾ ഫോറസ്റ്റിൻ്റെ തടസ്സം, റവന്യൂവിൻ്റെ തടസ്സം, പല തടസ്സങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടെ ആളുകൾ ശരിക്കും പറയുന്നത് സൗകര്യത്തിൽ ഇവിടെ ജീവിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ടൂറിസമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള പദ്ധതി വരുന്നത്. അതോടുകൂടി ഈ അരുവിൽ വരുന്നതും അല്ല ഈ ടണൽ നിർമ്മിക്കുന്ന പോലെ ഈ കല്ലും ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞറിയാം വലിയ മലകൾ, വലിയ പാറക്കല്ലുകളൊക്കെയാണ് ഇരിക്കുന്നത്. അതൊക്കെ ഇതിൻ്റെ ആഘാതത്തിൽ ഇടിഞ്ഞു വീഴലായെന്ന് നമുക്ക് ആശങ്കയുണ്ട്. കാരണം ഇതൊക്കെ പണിത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഉരുൾപൊട്ടലോ അല്ലെ പാറ ഉരുണ്ട് വീഴലോ അങ്ങനെയുള്ള ആശങ്കകൾ നമുക്കുണ്ട്. ഇനി എന്താണ് നിങ്ങളുടെ തീരുമാനം? എന്താണ് തീരുമാനം? നമ്മൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം നമ്മളെല്ലാവരും നിയമത്തെയും അല്ലെ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാവരെയും അനുസരിച്ചുള്ള ശീലമുള്ളവരാണ്. നമ്മളൊന്നും ഒരു കേസിൽ പ്രതികളോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ പരിമിതമായ സൗകര്യത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവരാണ്. കാരണം ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ഇതിന് ഇറങ്ങാതെ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഉള്ള കിടപ്പാടം പോകുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ല. കാരണം നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സ്ഥലം മേടിച്ച് അവിടെ കെട്ടിടം പണിത് ജീവിക്കാനുള്ള മാർഗ്ഗവും നമ്മളെ സംബന്ധിച്ചില്ല. നമ്മൾ 50 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ കാരണന്മാർ വെട്ടിപ്പിടിച്ച് ഇവിടെ പണിത് വെച്ചേക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. ഏതറ്റം വരെ പോകേണ്ട വന്നാലും ഞങ്ങൾ ആ അറ്റം വരെ മുന്നോട്ട് പോകും. പദ്ധതി നമുക്ക് ഈ നാട്ടിൽ ആവശ്യമില്ല. എൻ്റെ വീട് കോയിനിപ്പാറയിലാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് മുകളിലൊരു വലിയ കല്ലിരിപ്പുണ്ട്. അതുപോലെ ഈ ലാസ്റ്റ് ഒരു ലാൻഡ് സ്ലൈഡ് നടന്നു, മുകളിൽ ഒരു കല്ലിടിഞ്ഞ് വന്നിട്ട്, അതും ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചുമ്മാ നിൽക്കുന്ന സമയത്ത് തന്നെ കല്ല് ഇങ്ങനെ താഴത്തേക്ക് പോകുന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു വലിയ സ്ഫോടനമൊക്കെ ഇവിടെ നടത്തിയാൽ ഞങ്ങൾക്ക് വീടൊന്നും ഉണ്ടാവില്ല. അതുപോലെ കൊച്ചു പഠിക്കുന്ന സ്കൂളിൻ്റെ മുകളിലും ഇങ്ങനെ തന്നെ കല്ലിരിപ്പുണ്ട്. LKGയിലാണ് കൊച്ചു പഠിക്കണം. അങ്ങോട്ടേക്ക് സ്കൂളിൽ പോലും കൊച്ചിനെ വിടാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഈ പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതുമാത്രമല്ല ഇവിടെ വെള്ളമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും വെള്ളത്തിന് വേനൽക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് മാത്രം ഇങ്ങനെ കുത്തി ഒഴുകുന്ന പുഴകളുണ്ടെന്ന് പറഞ്ഞാലും വേനൽക്കാലത്ത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഡാം കെട്ടിയാൽ ഇവിടുത്തെ എല്ലാ വെള്ളവും ഡാമിലേക്ക് ഇങ്ങനെ വന്ന് വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇവിടെ വെള്ളമില്ലാത്തൊരു ശരിക്കും വരണ്ടു പോണ ഒരു അവസ്ഥയിലേക്ക് വരും. ഇനി അതൊക്കെ ഞങ്ങളുടെ ആശങ്കയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് 6 മാസം മാത്രമാണ് ഇവിടെ ജലം സുലഭമായി കിട്ടുക. പിന്നീട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ, ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലെ ഇവിടെ വെള്ളം അധികമില്ല, ചെറിയ വെള്ളക്കെട്ട് മാത്രമാണുള്ളത്. ആ വെള്ളം ഉപയോഗിച്ചാണ് ഈ വേനൽക്കാലത്ത് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ അവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വലിയ ഒരു വരൾച്ച തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശക്തമായി എതിർക്കും. ഈ പദ്ധതി ഒരു കാരണവശാലും നടപ്പിലാക്കില്ല എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. മാമലക്കണ്ടത്ത് നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.